ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുർക്കുറി ബിന്ദി എന്ന വെണ്ടയ്ക്ക ഫ്രൈ ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ ക്രിസ്പിയായ കുർക്കുറി ബിന്ദി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനെ ഒരു 10 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. മൂക്കാത്ത വെണ്ടയ്ക്ക നോക്കി എടുക്കണം. വെണ്ടയ്ക്ക മൂത്തതാണോ എന്നറിയാം, അതിൻ്റെ തുമ്പൊന്ന് ഒടിച്ച് നോക്കിയാൽ മതി. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 3 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1 നാരങ്ങയുടെ പകുതി, ആവശ്യത്തിനുള്ള ഉപ്പും വേണം. ആദ്യം നമുക്ക് വെണ്ടയ്ക്ക നീളത്തിൽ മുറിച്ച് അതിൻ്റെ സീഡ്സൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇങ്ങനെയാണിത് കട്ട് ചെയ്യേണ്ടത്. എല്ലാം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സീഡ്സ് എല്ലാം ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കളയണ്ട. ഇതിനെ നമുക്കൊരു ചട്നിയാക്കി മാറ്റാം. ഇതിനെ കുറച്ച് എണ്ണയിൽ വഴറ്റിയിട്ട് പച്ചമുളകും ഉള്ളിയും ഒക്കെ ഇട്ട് കുറച്ച് മല്ലിയിലയും ഒക്കെ ഇട്ട് ഒരല്പം തേങ്ങയും കൂടി ഇട്ടിട്ട് അരച്ചെടുത്താൽ നല്ലൊരു ചട്നി ആവും. ഇനി ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന പൊടികളെല്ലാം അതിനകത്ത് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ജീരകപ്പൊടി ഇതെല്ലാം അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ അരിപ്പൊടി, കടലമാവ്, 1 നാരങ്ങയുടെ പകുതി നീര്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വച്ചേക്കണം. ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വറുത്തെങ്കിൽ മാത്രമേ ക്രിസ്പി ആയിരിക്കുകയുള്ളൂ. എല്ലാം നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. ഇതൊന്ന് ഒടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ ക്രിസ്പി ആണെന്ന്. അങ്ങനെ നമ്മുടെ കുർക്കുറി ബിന്ദി വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്നാക്സ് ആയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. Thanks for watching.